പെണ്ണുകാണൽ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് അവർ പോകാനിറങ്ങി. അന്ന് അപ്പം ഞങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെ ഉമ്മർത്തുനിന്ന് ഗേറ്റിൻ്റെ അവിടേക്ക് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. അപ്പോൾ കാറിങ്ങനെ സ്റ്റാർട്ടായി അവർ പോയോണ്ടിരിക്കുക. പെട്ടെന്ന് ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ കാറ് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്താണാവോ, കാറ് കേടുവന്നു ആവോന്ന്. അപ്പം ഉണ്ട് എൻ്റെ ഫാദറിൻലോ തല പുറത്തേക്ക് ഇട്ടിട്ട് കൈകൊണ്ട് ഓക്കെ നാഗ്യം കാണിച്ചു. അത് വേറെ ഒന്നല്ല, കാറ് കയറി ഉടനെ തന്നെ ഫാദറിൻലോ മൂപ്പരോട് ചോദിച്ചുത്രേ, ടീക്കേ എന്നുവെച്ചാ കുട്ടിയെ ഇഷ്ടമായോ എന്ന്. അപ്പോൾ മൂപ്പര് ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ സമയം ഒട്ടും പാഴാക്കാതെ അപ്പം തന്നെ ഡിസിഷൻ പറഞ്ഞതാ, ചെക്കന് പെണ്ണിനെ ഇഷ്ടമായി, പ്രൊസീഡ് ചെയ്തോളൂന്ന്. അതായിരുന്നു എൻ്റെ ഫാദറിൻലോ. അച്ഛൻ ഭയങ്കര പ്രാക്ടിക്കലായിരുന്നു. നേരെ വാ നേരെ പോ. അച്ഛൻ്റെ ലോജിക്ക് അതായിരുന്നു. ഒരു മുഖം മൂടിയില്ലാത്ത മനുഷ്യൻ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നിശ്ചയം കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛനൊരു എഴുത്ത് എഴുതിയിരുന്നു. യാതൊരുവിധ കൊടുക്കൽ വാങ്ങലുകളും വേണ്ട, പെൺകുട്ടിയെ മാത്രം ഇങ്ങോട്ട് അയച്ചാൽ മതി. എയർഫോഴ്സിൽ നിന്ന് റിട്ടയറായി വന്നതിന് ശേഷം അച്ഛൻ നാട്ടിലെല്ലാവർക്കും പ്രിയപ്പെട്ട കൊച്ചുണ്ണിയൊപ്പമായിരുന്നു. അവസാനമായിട്ട് ഞാൻ അച്ഛനെ കണ്ടത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ്. ഞങ്ങൾ സാഗറിലേക്ക് പോകുമ്പോൾ ഞങ്ങളെ സീ ഓഫ് ചെയ്യാൻ വന്നതാ അച്ഛൻ. അന്നും അച്ഛൻ എല്ലാ പ്രാവശ്യത്തെയും പോലെ സഫയറിന് 2 ബിരിയാണി പാക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അന്ന് ട്രെയിൻ തൃശ്ശൂർ സ്റ്റേഷൻ വിടുമ്പോൾ ചിരിച്ചുകൊണ്ട് അച്ഛൻ ഞങ്ങൾക്ക് ഒരു ഓക്കെ തന്നു. അതായിരിക്കും അച്ഛൻ ഞങ്ങൾക്ക് തരുന്ന അവസാനത്തെ ഓക്കെ എന്ന് ഞങ്ങൾ അന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല.